നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കുന്നത് ഒഴിച്ചു കൂട്ടാനുള്ള കൂട്ടാൻ എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടൊമാറ്റോ ദാലാണ്. അതായത് നമ്മുടെ പരിപ്പും തക്കാളിയും കൂട്ടാനാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള രീതിയിൽ ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആക്കാതെ നല്ല അസൽ സ്വാദിൽ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുള്ള ദാൽ കറി. ഇനി എപ്പോഴും പറയണ പോലെ എനിക്ക് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനാണ് ഞാൻ എപ്പോഴും കാണിക്കാറുള്ളത്. അപ്പം എനിക്ക് ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇഷ്ടപ്പെട്ടത് ഈ ഒരു നമ്മുടെ നേന്ത്രക്കായ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. വെള്ളമൊന്നും ഒട്ടും ഇല്ലാതെ നമ്മളെന്താ മസാലയൊക്കെ ആക്കിയിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്ന ഒരു നേന്ത്രക്കായ. ഇതാണ് ഈ കൂട്ടാൻ്റെ കൂടെ ദ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഒരു കഷ്ണം കടുമാങ്ങയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഊണിന് വേറെ ഒന്നും വേണ്ട. അപ്പം കണ്ടോളൂ. കായ വട്ടത്തിലാണ് നുറുക്കേണ്ടത്. പച്ചക്കായ, നമ്മുടെ സാധാരണ നേന്ത്രക്കായ. ഒരു വല്ലാതെ കനം കുറയ്ക്കണ്ട, സാധാരണ ഒരു കനത്തിൽ. തീരെ കനം കൂട്ടുകയും വേണ്ട, തീരെ കനം കുറയ്ക്കുകയും വേണ്ട. അതുപോലെ വട്ടത്തിൽ നുറുക്കിയെടുക്കുക. കായയുടെ തൊലി മുഴുവൻ കളയണ്ട, ഒന്ന് ചീന്തിയിട്ടാണ് ഞാൻ വട്ടത്തിൽ നുറുക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടീസ്പൂൺ അളവിൽ അരിപ്പൊടി ചേർക്കാം. 2 കായയാണ്. ഇനി എരിവിനനുസരിച്ച് ഞാനിപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി എടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ ഓരോ ടീസ്പൂൺ വീതമാണ് ഞാൻ മുളക് പൊടിയും കുരുമുളക് പൊടിയും എരിവിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കുകയാണ്. ഇനി ഇത് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഇത് കൈകൊണ്ട് യോജിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരമൊക്കെ വെച്ചാൽ മതി കേട്ടോ. ഒരുപാട് നേരം ഈ മസാല പിടിക്കുക അങ്ങനത്തെ ഒന്നും വേണ്ട. ഒരു 10 മിനിറ്റ് നേരം ഇരുന്നാൽ മതി. ഇതിങ്ങനെ ഇരിക്കട്ടെ. നമുക്ക് അടുത്തത് ടൊമാറ്റോ ദാൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പരിപ്പ് വേവിക്കാൻ വെക്കാം. പ്രഷർ കുക്കറിലേക്ക് ഒരു 1.5 കപ്പ് അളവിൽ തുവരപ്പരിപ്പ് ഒന്ന് കുറച്ച് നേരം 10 മിനിറ്റ് നേരം കുതിർത്ത് വെച്ചതാണ്. അതാണ് ചേർത്തിരിക്കുന്നത്. ഇനി എരിവിന് വേണ്ടിയിട്ട് 4 പച്ചമുളക് നെടുകെ കീറിയത്. പിന്നെ നമ്മൾ തക്കാളി ആണല്ലോ നമ്മൾ പറയണത് ടൊമാറ്റോ ദാൽ എന്നാണ്. അപ്പോൾ ചിലതിലൊക്കെ ഈ ഉള്ളി ഇട്ടിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇത് ശരിക്കും പരിപ്പിൻ്റെയും തക്കാളിയുടെയും മാത്രമേ ആവശ്യമുള്ളൂ. വലിയ തക്കാളി 2 എണ്ണം, വലുതല്ല എങ്കിൽ ഒരു ചെറുതാണെങ്കിൽ 4 എണ്ണം തന്നെ എടുക്കണം. അപ്പോഴാണ്, അല്ലെങ്കിൽ നമുക്ക് പരിപ്പിന്റെ സ്വാദാണ് മുമ്പിൽ നിൽക്കുക. ഇതങ്ങനെയല്ല വേണ്ടത്. തക്കാളിയുടെ സ്വാദ് കിട്ടണമെന്നുണ്ടെങ്കിൽ, അതിന്റെ ചെറിയ പുളി കിട്ടണമെന്നുണ്ടെങ്കിൽ വലിയ തക്കാളി തന്നെ എടുക്കണം, 2 എണ്ണം. ഇല്ല എങ്കിൽ ഒരു 4-5 തക്കാളി എടുക്കേണ്ടി വരും. ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 വിസിലും ഫുൾ ഫ്ലെയിമിൽ 3 വിസിലും, അങ്ങനെ 5 വിസിലടിച്ചിട്ട് നല്ല പോലെ വേവിച്ചെടുക്കണം. പരിപ്പിൻ്റെ പ്രഷർ കുക്കറിലെ പ്രഷർ ഫുള്ളായിട്ട് പോയിട്ട് വേണമല്ലോ നമുക്ക് പരിപ്പ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന മസാല എന്ന് പറയാനായിട്ട് വലിയ കാര്യമായിട്ടുള്ള മസാലകളൊന്നുമില്ല. കുറച്ച് കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചീഞ്ചട്ടിയിൽ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കായയുടെ കഷ്ണങ്ങൾ ചേർക്കുക. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് പെരളാൻ പാകത്തിന് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിം ആകുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ തുറന്നിട്ട് വീണ്ടും നമുക്കത് സിമ്മാക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ വളരെ ക്ഷമയോട് കൂടിയിട്ട് നമുക്കിത് റോസ്റ്റ് ചെയ്ത് എടുക്കണം. പിന്നെ വല്ലാതെ അടി പിടിക്കുകയാണെങ്കിൽ മാത്രം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാം. വെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത്. പതുക്കെ വെള്ളം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് തളിച്ചു കൊടുക്കാം. പരിപ്പും തക്കാളിയൊക്കെ നല്ല അസലായിട്ട് വെന്തിട്ടുണ്ട്. പച്ചമുളകും തക്കാളിയും പരിപ്പും കൂടി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വറുത്തിടുകയാണ്. അപ്പോൾ ഇതിൽ വറുത്തിടുന്നത് ഏറ്റവും സിമ്പിളാക്കി വെക്കുമ്പോഴാണ് ഈ ഒരു പരിപ്പ് കൂട്ടാൻ ഏറ്റവും സ്വാദ് ഉണ്ടാവുക. നമ്മൾ ഒരുപാട് വെളുത്തുള്ളി, ഉള്ളി, മസാലപ്പൊടികൾ അങ്ങനെയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ദാലിനേക്കാളും എപ്പോഴും ഒരു ജീരകം, കറിവേപ്പില, 2 വറ്റൽമുളക്, ഇതൊന്നും ഇല്ലെങ്കിലും ജീരകം മാത്രം ഒരു 1/2 ടീസ്പൂൺ ജീരകം നല്ല നെയ്യിൽ വറുത്തിടണം. വെളിച്ചെണ്ണേനേക്കാളും നല്ലത് നമ്മൾ നെയ്യിൽ വറുത്തിടുന്നതാണ്. അപ്പോൾ നെയ്യിൽ വറ്റൽമുളക് 2 എണ്ണം, 2 തണ്ട് കറിവേപ്പില, ഒരു 3/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകവും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടൊമാറ്റോ ദാൽ. അതായത് നമ്മുടെ തക്കാളി പരിപ്പ് കൂട്ടാൻ തന്നെയാണ്, പക്ഷെ അത് ഒരു പ്രത്യേക സ്വാദാണ്. വേറെ ഒന്നും നമ്മൾ ഉള്ളി വഴറ്റി ചേർക്കുക അല്ലെങ്കിൽ ഇതിൽ ഉള്ളിയെ ചേർത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പ്രാവശ്യം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ കായ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ അധികം പുളിയില്ലാത്ത തൈരിൽ ഇങ്ങനെ ഈ ഒരു ഇതുണ്ടാക്കിയിട്ട് കുറച്ച് കടുക് വറുത്തിട്ടിട്ട് ഇതിട്ട് കഴിക്കാനും നല്ല സ്വാദാണ് കേട്ടോ. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പുളിയില്ലാത്ത തൈര് വേണം എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഈ ഒരു കോമ്പിനേഷൻ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻസിൽ അറിയിക്കണം. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.